ആദ്മി പാർട്ടിയുടെ സന്നദ്ധ പ്രവർത്തകരെ പാലാ നിയോജകമണ്ഡലം ആം ആദ്മി പാർട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തില് പാലാ നിയോജകമണ്ഡലത്തിലെ 12 പഞ്ചായത്തുകളിലും ഒരു മുനിസിപ്പാലിറ്റിയിലുമായിട്ട് 3 ദിവസം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന നവസന്ദേശ യാത്രയുടെ ആദ്യ ദിവസത്തെ പരിപാടി ഇന്ന് പ്രവിത്താനം ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്ത് അത് മുന്നോട്ട് നീങ്ങി ഇപ്പോൾ നമ്മൾ മൂന്നൂർ പഞ്ചായത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നവസന്ദേശ യാത്രയുടെ ലക്ഷ്യവും എന്താണ് ആം ആദ്മി പാർട്ടിയുടെ ഉദ്ദേശവും എന്നുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയെ കുറിച്ച് മൂന്നൂർ പഞ്ചായത്തുകാർക്ക് നല്ലപോലെ അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഇവിടെ നല്ല രീതിയിൽ ഒരു ഓഫീസും ഒരു കമ്മിറ്റിയും ഒക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും എന്താണ് ഇതിന്റെ ലക്ഷ്യം നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ജനങ്ങൾക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കേന്ദ്രത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യം? മോദി പറഞ്ഞിരിക്കുകയാണ് ഈ പാർലമെന്റ് ഇലക്ഷനിൽ 400 വരെ സീറ്റിൽ കൂടുതൽ വിജയിച്ച് ഇന്ത്യയില് വീണ്ടും ഒരു ഭരണത്തിൽ എത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൽ നിന്നും ബാക്കിയുള്ള പാർട്ടിക്കാരിൽ നിന്നും എല്ലാവരെയും എടുത്തോണ്ട് പോയി തെരുവിൽ കിടക്കുന്നവരെ എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ലക്ഷ്യം 400 വരെ സീറ്റുകൾ നേടിയിട്ട് ഇന്ത്യയെ ഒരു ഏകപക്ഷ ഭരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു തന്ത്രമാണ് അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക? നമ്മൾ കണ്ടു റഷ്യയിലെ അവസ്ഥ നമ്മൾ കണ്ടു. റഷ്യയിലെ പ്രസിഡന്റിനെ വിമർശിച്ചതിന്റെ പേരിൽ അവരുടെ പ്രതിപക്ഷ നേതാവിനെ വധിച്ച ഒരു സംഭവം നമ്മൾ ഈ അടുത്ത നാളിൽ കണ്ടു. അപ്പോൾ ഇവിടെ ഒരു ഏകകക്ഷിയിൽ പ്രതിപക്ഷമില്ലാത്ത ഒരു അവസ്ഥ വന്നാൽ എന്താണ് പ്രശ്നം? പ്രതിപക്ഷമില്ലെങ്കിൽ ഭരണകക്ഷിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന സഹകരണ ബാങ്കിലെ പ്രശ്നങ്ങൾ. നിങ്ങൾക്കറിയാം, മൂന്നരൂർ സഹകരണ ബാങ്ക്, വടവൂർ സഹകരണ ബാങ്ക്, കിഴവൂർ സഹകരണ ബാങ്ക്, ഇവിടെ ഒന്നും പ്രതിപക്ഷമില്ലായിരുന്നു. ഭരണകക്ഷി മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് ഇപ്പോൾ അവിടുത്തെ അവസ്ഥ? ഈ ബാങ്കും ഈ 3 ബാങ്കുകളും അതുപോലെ കർണാടക ബാങ്ക് ഇവിടെ ഒന്നും പ്രതിപക്ഷമില്ലായിരുന്നു. അവരുടെ ഭരണപക്ഷത്തിന്റെ ഇഷ്ടപ്രകാരം ഭരണപക്ഷത്തിലെ മെമ്പർമാര് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ലോൺ എടുക്കുക, അവർ തന്നെ ലോൺ എടുക്കുക, പണം അടയ്ക്കാതിരിക്കുക, പുതുക്കി എടുത്തുകൊണ്ടിരുന്നിട്ട് ഇപ്പോൾ നിക്ഷേപകരാകെ നെട്ടോട്ടത്തിലാണ്. പാലാ കേന്ദ്രവുമായി നിങ്ങൾ പോയിരുന്നാൽ കാണാം, അവിടെ വരുന്ന അമ്മമാരും അപ്പൂപ്പന്മാരും അച്ഛന്മാരും എല്ലാം സങ്കടപ്പെടുകയാണ്. ഒരു മാർഗവുമില്ല പൈസ എടുക്കുവാൻ. ഇത് തന്നെയാണ് വടവൂർ ബാങ്കിലെ അവസ്ഥ. ഒരു ആഴ്ച 2000 രൂപ, കിഴവൂർ ബാങ്കിൽ 5000 രൂപ. അപ്പോൾ ഇതാണ് പ്രതിപക്ഷമില്ലാത്തതിന്റെ അവസ്ഥ. അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ കേന്ദ്രം നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് കേരളത്തിലേക്ക് വരിക. എന്താണ് കേരളത്തിലെ അവസ്ഥ? ഇവിടുത്തെ കച്ചവടക്കാരും ഇവിടുത്തെ ഓട്ടോറിക്ഷക്കാരും നമ്മളെല്ലാം എത്ര രൂപയാണ് നികുതി കൊടുക്കുക? ഈ നികുതി കേരള സർക്കാർ പറഞ്ഞു നമ്മൾ പെട്രോൾ കഴിച്ച 2 രൂപ സെസ് ആണെങ്കിൽ സെസ് കൊണ്ട് ഇവിടെ ക്ഷേമപെൻഷൻ കൊടുക്കാനാണ്. ഈ ക്ഷേമപെൻഷൻ കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇവർ 7 മാസമായിട്ട് 4500 കോടി രൂപ ഈ പാവപ്പെട്ട 1600 രൂപ ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കാത്ത ഒരു സർക്കാർ എന്തിനാണ് ഇങ്ങനെ സർക്കാർ? അപ്പോൾ നമ്മളെ വഞ്ചിച്ചുകൊണ്ട് കിഫ്ബിയിൽ നിന്നും കിഫ്ബിയിൽ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ വേറെ രീതിയിൽ പല രീതിയിൽ മസാല ബോർഡൊക്കെ ഉണ്ട്. എന്നാണെന്ന് നമുക്കറിയില്ല. മസാല ബോർഡ് എന്ന് പറഞ്ഞാല് നമ്മള് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൊണ്ട് വളരെ ഉയർന്ന പലിശക്ക്, ഇവിടെ 9% പലിശക്ക് നമുക്ക് കിട്ടാത്ത പണം നമ്മൾ അവിടെ പോയി 14-15% പലിശക്ക് നമ്മൾ വലിയ തൊട്ടുപോഷിച്ച് ബോണ്ട് ഇറക്കി നമ്മൾ മേടിച്ചിരിക്കുകയാണ്. ഈ ബോണ്ട് ഇറക്കിയ കമ്പനി എന്ന് പറയുന്നത് പിണറായി വിജയൻ പ്രതിയായ ലാവ്ലിൻ കേസിൽപ്പെട്ട കമ്പനിയുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാണ് ഈ അടുത്ത നാളിൽ നമ്മൾ കേൾക്കുന്നത്. ഈ രീതിയിലുള്ള ചൂഷണവും വഞ്ചനയുമാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവിടെ ആരുമില്ല. കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു, പൂക്കോട് വെറ്ററി കോളേജിലെ സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു കുട്ടിയെ വളരെ നിഷ്ഠൂരമായിട്ട് കൊന്നിട്ടും ആർക്കും കുഴപ്പമില്ല. കുട്ടികൾ 120 കുട്ടികൾ കണ്ടിട്ട് പ്രതികരിക്കുന്നില്ല. ഈ പ്രതികരിക്കാത്തതാണ് നമ്മുടെ നാടിന്റെ ശാപം. അപ്പോൾ ഈ പ്രതികരിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് കളവില്ല, വഞ്ചനയില്ല, ഒന്നുമില്ല. സത്യസന്ധമായ ജനങ്ങൾ കൊണ്ട് പിരിക്കുന്ന നികുതി ആ പണം ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് നല്ലൊരു ഭരണമാണ് ഡൽഹി നടക്കുന്നത്. നമുക്കറിയാം എന്താണ് ഈ ബോർഡൊക്കെ എഴുതി വെച്ചിട്ട് ഇതെല്ലാം വെറുതെ എഴുതി വെച്ചിരിക്കുന്നതല്ല, ഉള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി ജനങ്ങൾക്ക് എന്തൊക്കെ സൗജന്യങ്ങളാണ് കൊടുക്കുക? 200 യൂണിറ്റ് വൈദ്യുതി. നമുക്കറിയാം ഡൽഹിയിലെ കാര്യം. ഡൽഹി വൈദ്യുതി കൊടുക്കുന്നത് റിലയൻസും അദാനി പവറും രാജാ പവറും ഒക്കെയാണ്, സ്വകാര്യ കുത്തക കമ്പനികളാണ്. പക്ഷെ എന്നിട്ടും ഈ അവർക്ക് 200 യൂണിറ്റ് വൈദ്യുതി ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ KSB നമ്മുടെ ഇടുക്കി ജലവൈദ്യുതത്തിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന KSB എത്ര രൂപയാണ് നമ്മളിൽ വാങ്ങിക്കുക? ഒരു യൂണിറ്റ് 8 രൂപ 10 പൈസയ്ക്കാണ് വാങ്ങിക്കുക. അത് കൊടുത്തിട്ട് നമുക്കിവിടെ ഓരോ 2 മാസവും ബില്ല് വരും. ഇവിടെ ഒരു മാസമാണ് 200 യൂണിറ്റ്. അത് ഏകദേശം കണക്കൂട്ട് 1600-1700 രൂപ വരുന്നുണ്ട്. അതുപോലെ 20,000 ലിറ്റർ വെള്ളം സൗജന്യമായി ഡൽഹി കൊടുക്കുന്നു. മൊഹല്ല ക്ലിനിക്കുകൾ നമ്മുടെ ഇവിടെ ആശുപത്രികൾ ചിന്തിച്ചു നോക്കി.
എവിടെയെങ്കിലും മരുന്നുണ്ട്, എവിടെയെങ്കിലും ഡോക്ടർമാരുണ്ട്. പല ആശുപത്രികളിലും മരുന്നുമില്ല, ഡോക്ടർമാരുടെ മെഡിക്കൽ കോളേജിൽ എല്ലാവരും സപ്ലൈക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ അടച്ചു കൂട്ടിക്കൊണ്ട് ജനങ്ങൾ മെത്തോട്ട് പോയി. അതൊരു മാർഗം. ഡൽഹിയിൽ ആലോചിച്ച് നോക്കി, 80 ലക്ഷം രൂപ വരെയുള്ള ചികിത്സ ഡൽഹി സർക്കാർ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് കൊടുക്കുക. അവിടെ നാട്ടിൽ മുഴുവൻ മൊഹല്ല ക്ലിനിക്കുകളുണ്ട്. നമ്മൾ അവിടെ ഒരു അസുഖമാണ് അവിടെ ചെന്നാൽ മതി. അപ്പോൾ ഈ ഒരു മാറ്റം, ഈ ഒരു നവീന ആശയം, ഇതാണ് നവീന രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണം, വ്യാപാരികളിൽ നിന്ന് പിരിക്കുന്ന പണം, ഡ്രൈവർമാരിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ എണ്ണ അടിക്കുമ്പോൾ നമ്മൾ ആ പണം എല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇവിടെ അതിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഇടങ്ങളിൽ കണ്ടു കാണും, ഡൽഹിയിൽ 2015 35,000 കോടി രൂപയായിരുന്നു ഡൽഹി സ്റ്റേറ്റിന്റെ കടം. ആ കടം കഴിഞ്ഞ മിനിഞ്ഞാന്നത്തെ ബഡ്ജറ്റ് വന്നപ്പോഴേക്ക് അത് 14,000 രൂപ മിച്ചമായുള്ള ഒരു സംസ്ഥാനമായിട്ട് ഡൽഹി മാറി. നമ്മുടെ ഇവിടെ പണമില്ലായിട്ടാണോ? നമ്മുടെ ഇവിടെ വിഭവം ഇല്ലായിട്ടാണോ? ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇവിടെ കൊള്ളയടിച്ചുകൊണ്ട് പോവുകയാണ്. കരിമണൽ ഖനനം 40,000 കോടി രൂപയാണ്. ഒരു റോഡിന് 24,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന കരിമണൽ നമ്മള് കരിമണൽ കർഷകർക്ക് കൊടുക്കുന്നത് 340 രൂപയ്ക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ. ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിക്കണം. ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ കേന്ദ്രത്തിലും കേരളത്തിലെയും നമ്മളെ നമ്മളെ കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരവസ്ഥ, ഈ അവസ്ഥ മാറണമെങ്കിൽ ജനങ്ങൾ മാറി ചിന്തിച്ച് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ മോദി പറയുകയാണ്, ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. $5 ട്രില്യൺ എക്കണോമിയിലേക്ക് നമ്മൾ പോവുകയാണെന്ന് പറയുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ ഏപ്രിൽ വാർത്ത കണ്ടു, ഇവിടെ ദരിദ്രരുടെ എണ്ണം 9% ഇന്ത്യയില്. അപ്പൊ ഇത് ശരിയാണെങ്കിൽ നമ്മൾ ആലോചിച്ച പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന കോവിഡ് സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം വിതരണം ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു. അപ്പൊ ആ പരിപാടിയാണ് ഈ അടുത്ത നാളില് കുറെ വർഷത്തേക്കുള്ള സർക്കാർ മുന്നോട്ട് നീക്കിയിരിക്കുകയാണ്. ഇന്ത്യയിൽ ആകെ 140 കോടി ജനങ്ങളുണ്ട്. ഈ ഗരീബ് അന്ന കല്യാൺ യോജന പ്രകാരം ഇന്ത്യയിലെ 80 കോടി ആൾക്കാരാണ് ഭക്ഷണത്തിന് വേണ്ടി ഈ സ്കീം പ്രകാരം ഇവിടെ ഭക്ഷണം വാങ്ങിക്കുന്നത്. അപ്പോൾ 9% ദാരിദ്ര്യമുണ്ടെങ്കിൽ ഈ 80 കോടി, ഏകദേശം 57% ആൾക്കാര് ഈ ഒരു ഭക്ഷണം വാങ്ങിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ കണക്കുകളെല്ലാം തെറ്റാണെന്നല്ല തെളിയിക്കുന്നത്. അതുപോലെ മറ്റൊരു ഞാൻ സൂചിപ്പിക്കാം. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. IIT മദ്രാസിലെ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിലെ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായ ഒരു അധ്യാപകൻ ഈയിടെ പറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞു നമുക്ക് പറയുന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, ആ ഒരു പദ്ധതിയില് ഈ വർഷം 2023-24 11% ആൾക്കാരാണ് തൊഴിലിന് വേണ്ടി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 9% ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഈ ഒരു 229 രൂപ പ്രതി ദിവസം കിട്ടുന്ന ഈ ഒരു പണിക്ക് 100 ദിവസമാണ് പരമാവധി ജോലി ലഭിക്കുക. ഇതിനു വേണ്ടി ആൾക്കാർ ഇത്രയും പിടിച്ചു ചെല്ലേണ്ട കാര്യമുണ്ടോ? അപ്പോൾ സർക്കാരിന്റെ കണക്കുകളെല്ലാം വെറും കളവുകളാണ്, തെറ്റുകളാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആം ആദ്മി പോലെയുള്ള നവരാഷ്ട്രീയ പ്രസ്ഥാനം നമ്മുടെ കേരളത്തിൽ നിങ്ങൾ കണ്ടു. കഴിഞ്ഞ ഒരു മാസം മുമ്പ് കരിങ്കുന്നത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വളരെ നല്ല തോതിൽ വിജയിച്ചിരിക്കുകയാണ്. UDF-നെയും LDF-നെയും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയിച്ചിരിക്കുന്നു. അതുപോലെ അരീക്കര, നമ്മുടെ അടുത്തുള്ള പഞ്ചായത്താണ് അരീക്കര പഞ്ചായത്ത്, വെളിയൂർ പഞ്ചായത്ത്. ആ വെളിയൂർ പഞ്ചായത്തില് നമ്മുടെ സ്ഥാനാർത്ഥി 9 വോട്ടിനാണ് തോറ്റുപോയത്. അവിടെ ഈ UDF-നും LDF-നും ജനങ്ങളെ മാറി ചിന്തിക്കുവാൻ തുടങ്ങിയെന്നുള്ള ഒരു സംശയവുമില്ല. മാറി ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ ഭാവി എന്താണെന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കാത്ത ഒരവസ്ഥ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇല്ല, അവരെല്ലാം ഇവിടുന്ന് വിട്ടുപോവുകയാണ്. കാരണം ഇവിടെ പഠിക്കുവാൻ എങ്ങനെ പഠിക്കും നമ്മള്? കാരണം നമുക്ക് ക്യാമ്പസുകളിലെ അവസ്ഥ നമുക്കറിയാം. ആർക്കും ഒരു സുരക്ഷയുമില്ലാത്ത ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുക, സത്യവും അല്ലെങ്കിൽ കോടതികൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക, പോലീസ് സംവിധാനം നല്ലപോലെ ഉണ്ടായിരിക്കുക, ജനങ്ങൾക്ക് മിനിമമായിട്ടുള്ള ഭക്ഷണം, അതുപോലെ ആരോഗ്യ സംവിധാനം, വിദ്യാഭ്യാസ സംവിധാനം എല്ലാം കൊടുക്കുക. അപ്പൊ ഇത് കൊടുക്കാൻ സാധിക്കാത്ത ഒരു ഗവൺമെന്റ് എന്ത് തൊഴിലായും പറഞ്ഞാലും കേരള ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിനെ കുറ്റം പറയുന്നു, കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ കുറ്റം പറയുന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റം വാരിയെറിഞ്ഞ് ജനങ്ങൾക്ക് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഒരുക്കി കൊടുത്തിരിക്കുന്ന ഈ എല്ലാ സർക്കാരുകളെയും മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരുകളെ മാറ്റി ഒരു പുതിയൊരു നവീന ആശയം അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുക, ചിന്തിക്കുക, ഞങ്ങളോട് സഹകരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.